യാണ് അഷ്കർ അലി. ലീഗിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇനി അങ്ങോട്ട് നടപടികളായാലും അതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം മതി. കൂടുതൽ ചർച്ചകളും കൂടുതൽ പ്രതികരണങ്ങളും വിഷയം വഷളാക്കാനല്ല, ഇപ്പോഴത്തെ സാഹചര്യം കൃത്യമായി സെറ്റ് ചെയ്യുക എന്ന ഒരു നിലപാടിലേക്ക് അദ്ദേഹം എത്തിയെന്ന് തോന്നുന്നു പ്രതികരണം കാണുമ്പോൾ. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? സുജ, സമസ്തയുടെ ഉയരുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളോടുള്ള പ്രചരണങ്ങളാണെങ്കിലും മുക്കം ഉമ്മർ ഫൈസി പോലെയുള്ള പ്രതികരണങ്ങളാണെങ്കിലും ശരി, അത് പൂർണ്ണമായും തള്ളിക്കൊണ്ടില്ലെങ്കിൽ അതിനു മുന്നിൽ മൗനം പാലിച്ചുകൊണ്ട് ആ വിഷയത്തെ നിർജ്ജീവമാക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണങ്ങൾക്കും ഇതുവരെയും ഒരു ലീഗ് നേതൃത്വം തയ്യാറാവാത്തത്. ആ വിഷയങ്ങളൊന്നും തന്നെ പ്രതികരിക്കേണ്ടതില്ല. കടുത്ത അമർഷമുണ്ടെങ്കിൽ പോലും മുക്കം ഉമ്മർ ഫൈസിക്കെതിരടക്കം കടുത്ത അമർഷം ലീഗ് നേതാക്കൾക്കുണ്ടെങ്കിൽ പോലും ആ വിഷയത്തിൽ ഒരു പ്രതികരണവും വേണ്ട എന്നുള്ള കടുത്ത നിലപാട് തന്നെയാണ് ലീഗ് നേതൃത്വം സ്വീകരിച്ചിരിക്കും. കാരണം ഏതെങ്കിലും വിഷയത്തിൽ അത് തുടർ പ്രതികരണങ്ങൾ നടത്തിയാൽ ആ വിഷയം സജീവമാവുകയും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള കൂടുതൽ അവസരങ്ങൾ വെക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് ലീഗ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, സമസ്തയിൽ തന്നെ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗം മാത്രമാണ് ഇപ്പോൾ തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലും മുസ്ലിം ലീഗിനുണ്ട്. സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ബാധിക്കില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് ലീഗ് നേതൃത്വം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രചരണങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നുകൊണ്ടില്ലേ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്ന് ലീഗ് നേതൃത്വം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ന് ഇത്തരത്തിൽ പൊന്നാനിയിലും മലപ്പുറത്തുമടക്കം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ നടക്കുന്ന സമൂഹ മാധ്യമങ്ങളടക്കമുള്ള പ്രചാരണങ്ങളെ കുറിച്ച് തന്നെയാണ് നമ്മൾ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനോട് ചോദിച്ചത്. ആദ്യമായാണ് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് വിഷയത്തിൽ ഒരു മറുപടി പറയുന്നതും ആ പ്രചാരണങ്ങളെ ഒന്നും കാര്യമായി കാണേണ്ടതില്ല എന്നുള്ളൊരു മറുപടിയാണ് തങ്ങൾ നൽകിയത്. മാത്രമല്ല, ഇതിനെക്കുറിച്ചെല്ലാം ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ജനങ്ങളാണ് വിധി എഴുതുന്നത്. ഇ.ടിയും സമദാനിയും തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ പാർലമെന്റിലേക്ക് എത്തും. പാർലമെന്റിൽ എത്തേണ്ടവരെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നുള്ള കാര്യവും സാദിഖൽ തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. സ്വാഭാവികമായും ലീഗ് ആ നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഈ നിലവിലുള്ള ലീഗ് സമസ്തയിൽ തന്നെ ലീഗ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഇതിന് വിരുദ്ധമായി പ്രതികരിക്കുകയും ഇല്ലെങ്കിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അത് ഏതെങ്കിലും വിധത്തിൽ വലിയ തോതിൽ തങ്ങളെ ബാധിക്കില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോഴും ലീഗ് നേതൃത്വം തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത്. ഇന്ന് കൊണ്ടോട്ടിയടക്കം സാദിഖൽ തങ്ങളുടെയും ഇ.ടി മുഹമ്മദ് ബഷീറും പി.കെ കുഞ്ഞാലിക്കുട്ടിയുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ ആൾക്കൂട്ടങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള റോഡ് ഷോകൾ അടക്കം നടത്തി തെരഞ്ഞെടുപ്പ് രംഗത്തെ അവസാന നിമിഷവും സജീവമാക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നതും. സുജ. ഓക്കെ, അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്. ലീഗ് കൃത്യമായ നിലപാടെടുക്കുന്നു. കുറെ കാര്യങ്ങൾ അവഗണിച്ച് മുന്നോട്ട് പോകാനാണ്, പ്രത്യേകിച്ചും പരസ്യപ്രചാരണം തീരാൻ പോകുന്ന ഈ വേളയിൽ കൂടുതൽ പ്രതികരിച്ച് വിഷയം വഷളാക്കാനല്ല, വിഷയം പരിഹരിക്കാനാണ് ലീഗ് നേതൃത്വം ശ്രമിക്കുന്നത്.